ഹായ്, സ്റ്റിച്ചിങ് തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാപ്പനീസ് ടെക്നോളജിയിലുള്ള ഉഷ ജെനോമി സ്റ്റിച്ചിങ് മെഷീൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കക്കാർക്ക് പോലും ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന മെഷീനാണിത്. ഞാനിത് തിരുവനന്തപുരത്തെ ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഹോൾസെയിൽ റേറ്റിൽ നമുക്കിത് അവിടെ നിന്ന് അവൈലബിൾ ആണ്. ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ 2 ബുക്സും ഇതോടൊപ്പം നമുക്ക് കിട്ടുന്നതാണ്. ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ ബുക്സിൽ നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതോടൊപ്പം ഒരു ത്രെഡ്സ്, മെഷറിംഗ് ടേപ്പ്, സിസേഴ്സ്, നീഡിൽസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് അടങ്ങിയ ഒരു ബോക്സും ഇതോടൊപ്പം ഉണ്ടായിരിക്കും. നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുകയും പിന്നീട് നമുക്ക് സൂക്ഷിച്ച് വെക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ഉഷയുടെ ഒരു നല്ലൊരു ബോക്സാണ് ഇതിനോടൊപ്പം നമുക്ക് കിട്ടുന്നത്. ഇതൊരു ഡാനിങ് ഫൂട്ടാണ്. ഇതിന് നമുക്ക് എംബ്രോയ്ഡറി ഫൂട്ടെന്ന് വിളിക്കാം. ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. നമുക്ക് വളരെ ഉപയോഗപ്രദമുള്ള ഒരു ഫൂട്ടാണിത്. നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കഴിയുന്ന ഒരു ഫൂട്ടാണ്. ഇതാണ് പവർ സപ്ലൈ കൊടുക്കാനുള്ള വയറ്. ഈ സോക്കറ്റിലേക്ക്, മെഷീൻ സോക്കറ്റിലേക്ക് നമുക്ക് ഈ വയർ പ്ലഗ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഫൂട്ട്. ഇതാണ് എക്സ്റ്റൻഷൻ ടേബിള്. ഇതോടൊപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസും കൂടി ഇതിനകത്തുണ്ട്. ഈ ആക്സസറീസ് എല്ലാം ഇതിനോടൊപ്പം അവൈലബിൾ ആണ്. ഇത് ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസാണ് ഇതിലുള്ളത്. ഒരു പവർ LED ബൾബ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ആ LED ബൾബ് കത്തുന്നതാണ്. എന്നാൽ മാത്രമേ നമുക്ക് പവർ സപ്ലൈ വരികയുള്ളൂ. നമ്മൾ സാധാരണ മെഷീനിൽ ഇടുന്നത് പോലെയുള്ള ബോബിൻ തന്നെയാണ് ഇതിലുള്ളത്. ബോബിൻ നമുക്കിത് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ നമുക്കൊരു സൂചി, നമുക്ക് ത്രെഡ് കോർക്കുന്ന വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിൽ സൂചി കോർക്കാനുള്ള നല്ലൊരു സെറ്റപ്പ് ഉണ്ട്. ഇതെല്ലാമാണ് ഇതിൽ തന്നിരിക്കുന്ന സ്റ്റിച്ചസ്. ഇത്രയും സ്റ്റിച്ചസ് നമുക്കിതിൽ ചെയ്യാം. സ്റ്റിച്ചിൻ്റെ ലെങ്തും സ്റ്റിച്ചിൻ്റെ പാറ്റേണും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള സെറ്റപ്പാണിത്. ഇത് നമുക്ക് സ്റ്റിച്ച് ബാക്ക് സ്പേസ് ചെയ്യാനുള്ളതാണ്. ഇത് സ്പൂൾ പിന്നാണ്. 2 സ്പൂൾ പിന്നുകൾ ഇതിനകത്തുണ്ട്. നമുക്ക് ത്രെഡ് നമുക്ക് ആവശ്യാനുസരണം അതിലിടുകയും ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് ആ സ്പൂൾ പിന്ന് പഴയ സ്ഥിതിയിൽ തന്നെ തിരിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ബോബിൻ വിൻ്ററാണ്. ബോബിനിൽ നൂല് കോർക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബോബിനിൽ നൂല് കോർക്കാൻ കഴിയും. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെഷീനാണ്. എല്ലാവരും കഴിയുമെങ്കിൽ വാങ്ങിക്കുക. താങ്ക്സ്.